ഇപ്പോൾ ഒരു പ്രതികരണം തേടുകയാണ് നമ്മൾ. തിരക്കഥാകൃത്തായിട്ടുള്ള അഭിലാഷ് പിള്ള നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. അഭിലാഷ്, കേൾക്കാമല്ലോ അല്ലേ? ഹലോ, കേൾക്കാം. യെസ്, നമ്മൾ അഭിലാഷുമായി കണക്ട് ചെയ്യാൻ ഒരു കാരണം തന്നെ, പ്രത്യേകിച്ച് ഈ സംവിധായകർ ഇന്ന് പിടിയിലാവുന്നത് ലഹരി ഉപയോഗിക്കാൻ തയ്യാറെടുക്കുന്ന ഒരു ഘട്ടത്തിലാണ്. അവർ ഇതിനു മുൻപും ലഹരി ഉപയോഗിക്കുന്നവരാണ് എന്ന് അന്വേഷണ സംഘത്തിന്റെ മാധ്യമങ്ങളോടൊക്കെ പറയുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ആ അന്വേഷണമൊക്കെ നടക്കുന്നു. അഭിലാഷ്, നേരത്തെ ഈ ഷൈൻ ടോം ചാക്കോയുടെ കേസൊക്കെ ചർച്ചയാവുന്ന ഘട്ടത്തിൽ അഭിലാഷ് പറഞ്ഞൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത്, ഇത്തരത്തിൽ ലഹരി ഉപയോഗിച്ചേ സിനിമ ചെയ്യാൻ പറ്റൂ എന്ന് തോന്നുന്ന ആളുകൾക്ക്, താരങ്ങൾക്ക്, അവർക്കൊക്കെ ഒപ്പം താൻ ഇനി ഒരു സിനിമ ചെയ്യില്ല എന്ന അഭിലാഷ് ഒരു നിലപാടെടുത്തിട്ടുണ്ടായിരുന്നു. ആ നിലപാടിനെ നമ്മൾ ഈ ഘട്ടത്തിൽ അഭിനന്ദിക്കുകയാണ്. അഭിലാഷ്, എന്തുകൊണ്ടാണ് അത്തരത്തിലുള്ള ഒരു ശക്തമായ നിലപാടെടുത്തിട്ടുണ്ടാവുക? ശക്തമായ നിലപാടെടുക്കാൻ കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഇന്നത്തെ രാവിലത്തെ ഈ വാർത്ത വളരെ ഷോക്കിംഗ് ആയിട്ടാണ് കേട്ടത്. കാരണം നമ്മൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ എത്രയോ ഹിറ്റ് സിനിമകൾ ചെയ്യുന്ന രണ്ടാളുകൾ, അപ്പോൾ അവര് ഈ ഒരു കേസിൽ പെടുന്നു, മീഡിയയിൽ ഇത്രയും അവരുടെ വാർത്തകൾ വരുന്നു, അവരുടെ ഒരു കരിയറിനെ തന്നെ ബാധിക്കുന്ന രീതിയിലേക്ക് പോകുന്നത് കാണുമ്പോൾ സത്യത്തിൽ ഭയമുണ്ട്. കാരണം നമ്മളുടെ ഒപ്പം വർക്ക് ചെയ്യുന്നതിൽ ആരെങ്കിലും ഇപ്പം നമ്മുടെ ലൊക്കേഷൻ ഉപയോഗിച്ചില്ലെങ്കിൽ പോലും ഇതിനെ പുറത്ത് ഉപയോഗിക്കുന്നുണ്ടോ, നാളെ ഒരു പ്രശ്നത്തിൽ പെടും എന്നുള്ളത് ഭയം സത്യം പറഞ്ഞാൽ എനിക്കിപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഇത് എന്നെ സംബന്ധിച്ച് എനിക്കൊപ്പം വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന സിനിമയിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രശ്നം ഉണ്ടാവല്ലെന്ന് എനിക്ക് വലിയ ആഗ്രഹമുണ്ട്. അതൊരു നിർബന്ധം ഉള്ളതുകൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങനെ ഒരു സ്റ്റാൻഡിലേക്ക് പോകുന്നത്. അപ്പം എനിക്കൊപ്പം വർക്ക് ചെയ്യുന്നവർക്ക് എനിക്ക് പേഴ്സണലി അറിയാവുന്നവരും അല്ലെങ്കിൽ എൻ്റെ ക്ലോസ് സർക്കിളിൽ നിൽക്കുന്നവർ ഇത് ഉപയോഗിക്കുന്നുണ്ടോ ഇല്ലയോ എന്നത് എനിക്ക് അറിയാൻ കഴിയും. അപ്പം അങ്ങനെ ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവരെ ഒഴിവാക്കി സിനിമ ചെയ്യാനുണ്ട് അല്ലെങ്കിൽ അങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ള തീരുമാനം ഞാൻ എടുത്തിരിക്കുകയാണ്. എന്നെ സംബന്ധിച്ച് ഇന്ന് ഈ വന്ന വാർത്ത ശരിക്കും പറഞ്ഞാൽ ഒരു സിനിമാ പ്രവർത്തന എന്ന രീതിയിൽ വളരെ വേദനയുണ്ട്. കാരണം ഒരു സിനിമാ മേഖല മുഴുവൻ ചോദ്യചിഹ്നത്തിൽ നിർത്തുന്ന ഒരു അവസ്ഥയാണ്, എല്ലാവരും സംശയത്തിന്റെ നിലയിൽ നിർത്തുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ ഇതിൽ നിന്ന് സിനിമാ മേഖല പുറത്തു വരണം, അല്ലെങ്കിൽ ഇങ്ങനെയുള്ളവരെ മാറ്റിയെടുത്ത് നിയമപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് അവർ പോകണം എന്നുള്ള ഇതിലാണ് ഞാൻ പ്രതികരിച്ചിട്ടുള്ളത്. ഇപ്പൊ സംഘടനകളാണെങ്കിലും നമുക്ക് ഇപ്പൊ സംഘടനകൾക്ക് പോലും അവർക്ക് ലൊക്കേഷനിലെ കാര്യങ്ങളിൽ മാത്രമേ കൈകടത്താൻ പറ്റൂ. ഇത് അവരവരുടെ ഒരു സ്വകാര്യ സ്പേസിലാണ് ഇത് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ അവിടെ ഒരിക്കലും അത് സംഘടനയുടെ അണ്ടറിലോ സംഘടന ചെയ്യേണ്ട ഒരു കാര്യമല്ല. അത് സിനിമാ പ്രവർത്തകരായിട്ട് മാത്രം നേരത്തെ പറഞ്ഞിട്ടുള്ളതായി ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ കാരവൻ കൾച്ചറൊക്കെ വന്നതിന് ശേഷം ഒരു കാരവനകത്ത് ഇരിക്കുന്ന താരങ്ങൾ, മറ്റ് ടെക്നീഷ്യനുകൾ ആരായാലും അവരെന്ത് ചെയ്യുന്നു എന്നുള്ളത് അറിയാൻ കഴിയുന്നില്ല എന്ന് അഭിലാഷ് തന്നെ നേരത്തെ പറഞ്ഞതായി കണ്ടു. പക്ഷേ ഇതിപ്പോൾ നമ്മൾ കാരവനിൽ മാത്രം ഒതുങ്ങുന്നില്ല അല്ലേ? അല്ല, കാരവൻ കൾച്ചർ എന്ന് പറയാൻ കാരണം വെച്ചാൽ നമ്മളൊരു ഷോർട്ട് സമയത്താണ് ഇവര് നമുക്ക് കാരവനിൽ നമ്മുടെ ലൊക്കേഷനിലേക്ക് എത്തുന്നത്. ഇതിനിടയിൽ ഇവർ എന്താണ് ചെയ്യുന്നത്, എന്താ ഉപയോഗിക്കുന്നത്, ഇതും നമുക്ക് ഫുൾ ടൈം ഇത് നോക്കി നടക്കലല്ലോ ജോലി. നമ്മളുടെ ജോലികൾ വേറെ ഉണ്ട്. അല്ലെങ്കിൽ നമ്മളെ ടെക്നീഷ്യന്മാർ കാരവൻ ഉപയോഗിക്കാത്ത ടെക്നീഷ്യന്മാർ ഇത് ഉപയോഗിക്കുന്ന ഒരു പരിധി വരെ നമുക്കിത് അറിയാൻ പറ്റും, നമുക്ക് അവരെ വാൺ ചെയ്യാൻ പറ്റും. പക്ഷേ ഈ കാരവൻ കൾച്ചറിന്റെ അപ്പുറത്തേക്ക് ഇതൊരു സ്വകാര്യ സ്പേസിലേക്ക്, ഒരു ഫ്ലാറ്റിലേക്ക് ഇത് വളരുമ്പം ഇതിപ്പോ അറസ്റ്റ് ചെയ്യപ്പെട്ട രണ്ടുപേരുടെ കാര്യം നമ്മൾ പുറത്തു വരുന്നു. ഇവരുമായിട്ട് കണക്ട് ചെയ്യുന്ന എല്ലാവരെയും പോലീസ് ഇപ്പൊ ചോദ്യം ചെയ്യും, അല്ലെങ്കിൽ ചോദ്യത്തിന്റെ ഒരു സംശയത്തിന്റെ ദൃഷ്ടിയിലേക്ക് അവർ പോകും. ഇത് ഉപയോഗിക്കാത്തവരും ഇവരുടെ സൗഹൃദ വലയത്തിൽ കാണും. അവരും ഇതേപോലെ ഈ ഒരു പ്രശ്നത്തിലേക്ക് നാളെ പോലീസ് ചോദ്യം ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തേണ്ട ഒരു സാഹചര്യമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്താ കാര്യം വെച്ചാൽ ഇപ്പൊ നമ്മുടെ കൂട്ടത്തിൽ ഒരാൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഇപ്പോൾ 10 പേരിൽ ഒരാൾ ഉപയോഗിക്കുകയാണെങ്കിൽ ബാക്കി 9 പേരും പോലീസിന്റെ സംശയ നിഴലിലേക്ക് പോകും. അപ്പൊ ഇത് ഇപ്പൊ നാളെയുടെ സമയത്ത് കഴിഞ്ഞ ഒരു 6 മാസം ലഹരി ഉപയോഗിച്ചത് തെളിയിക്കാനുള്ള ഒരു ടെസ്റ്റ് ഉണ്ടെങ്കിൽ ആ ടെസ്റ്റ് എടുക്കാൻ ഞാൻ തയ്യാറാണ്. അങ്ങനെ എത്ര പേര് തയ്യാറാണെങ്കിൽ അവർ മുന്നോട്ട് വരട്ടെ, ഞാൻ തയ്യാറാണ്. ഞാനിപ്പം ഒരു മീഡിയയിൽ ഞാൻ പറയാം, പൊതുജീവിൽ ഞാൻ പറയാണ്, പോലീസിന് അങ്ങനെ ഒരു ടെസ്റ്റ് സിനിമാക്കാരെ ടെസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞാൻ അതിന് തയ്യാറാണ്. കാരണം എനിക്ക് നല്ല വിശ്വാസമുണ്ട് ഞാനിത് ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതും. കാരണം എനിക്ക് പേടിക്കാനുള്ളതുകൊണ്ട് ഞാൻ അതിന് തയ്യാറാവും. പക്ഷെ എനിക്കറിയില്ല ഈ മുന്നോട്ട് പോകുന്നതോടെ ഇനി എന്തൊക്കെയാണ് കേൾക്കേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് നമ്മളിനി ഫേസ് ചെയ്യാൻ പോകേണ്ടത്. എനിക്ക് നല്ല ഭയമുണ്ട് സത്യം പറഞ്ഞാൽ ഈ വാർത്തകളൊക്കെ കേട്ടപ്പോൾ. ഇപ്പൊ അഭിലാഷ് തന്നെ ഒരുപാട് നടന്മാരുമായും സംവിധായകരുമായും തിരക്കഥാകൃത്തുക്കളുമായും ഒക്കെ വ്യക്തിപരമായ ബന്ധമുള്ളവരാണ്. ഒപ്പം വർക്ക് ചെയ്ത ആളുകളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഏതെങ്കിലും സിനിമാ സെറ്റിൽ വെച്ച് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? തുറന്നു പറയാനൊക്കെ കഴിയുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? സിനിമ ലൊക്കേഷനിൽ എന്റെ സിനിമ ലൊക്കേഷനിൽ വെച്ചിട്ട് എനിക്ക് അനുഭവം ഉണ്ടായിട്ടില്ല. പക്ഷെ ഞാൻ കഥ പറയാൻ പോയ മറ്റൊരു ലൊക്കേഷനിൽ ഒരു നടന്റെ അടുത്ത് കഥ പറയാൻ പോയും അദ്ദേഹത്തിന്റെ ക്യാരവനിൽ കയറിയപ്പോൾ അദ്ദേഹം ഈ പറയുന്ന പോലെ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും ഉണ്ട്. അവര് ഈ പറയുന്ന പോലെ അതിനുള്ളിലെ പുക എന്താണെന്ന് തിരിച്ചറിയാൻ എനിക്ക് പറ്റി. അപ്പം തന്നെ ഞാൻ പറഞ്ഞു എനിക്ക് ഇവിടെ വെച്ച് കഥ പറയാൻ പറ്റില്ലാതുകൊണ്ട് ഞാൻ ഇവിടുന്ന് പോയ ആളാണ്. പിന്നീട് നമുക്കറിയാം ഈ പറയുന്ന ലൊക്കേഷനിൽ, അതായത് നമ്മൾ പല ലൊക്കേഷനിൽ കഥ പറയാൻ പോകുമ്പോഴും അവിടുത്തെ ടെക്നീഷ്യന്മാരും അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സും ഒക്കെ നമ്മളോട് പറയുന്ന അവരുടെ ചില കഥകൾ, അതായത്
ഞങ്ങൾ ഗതികേട് കൊണ്ട് മിണ്ടാതെ നിൽക്കേണ്ടി വരുന്നതാണ് എന്ന് പറയുന്ന ഒരു അവസ്ഥ നമ്മൾ കണ്ടിട്ടുണ്ട്. പലപ്പോഴും ഇത് ലൊക്കേഷനിൽ മിണ്ടാതിരിക്കേണ്ടി വരുന്നത് നമ്മൾ ആ സിനിമയെ ബാധിക്കും. നാളെ ഈ സിനിമ നിന്നു പോകും. അതൊരു ഒരു വലിയ എന്താ പറയുക, ഒരു ഫിനാൻഷ്യൽ നഷ്ടം പ്രൊഡ്യൂസർക്ക് സംഭവിക്കുന്നുള്ളതുകൊണ്ടാണ് പലപ്പോഴും പലരും മിണ്ടാതിരിക്കുന്നത്. പിന്നെ ഈ പറയുന്ന പോലെ അന്ന് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ആർട്ടിസ്റ്റുകളെ പണിക്ക് കഴിഞ്ഞാൽ ഇവരുടെ ഡേറ്റ് നഷ്ടപ്പെടുമോ, നാളെ ഒരു സിനിമ ചെയ്യുമോ ചെയ്തില്ല, ഇതൊക്കെ കൊണ്ടാണ് പലപ്പോഴും പലരും കണ്ണടക്കുന്നത്. ഇത് നടന്മാരുടെ കേസ് മാത്രമല്ല, ടെക്നീഷ്യന്മാരുടെ കേസിൽ അത് തന്നെ. ചില ടെക്നീഷ്യന്മാരുടെ അടുത്ത് നമുക്ക് ചിലപ്പം പറയാൻ പറ്റില്ല. അപ്പൊ അവരുടെ വർക്ക് നല്ലതാവും. അപ്പൊ നമ്മൾ അവരോട് ചിലപ്പം പോയി ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പകുതിക്ക് സിനിമ ഇട്ടിട്ട് പോകുമോ എന്നുള്ളൊരു പേടിയും കൊണ്ടൊക്കെയാണ് പലപ്പോഴും, ഗതികേട് കൊണ്ടാണ് ചിലപ്പോൾ പലപ്പോഴും മിണ്ടാതെ നിൽക്കേണ്ടി വരുന്നത്. പക്ഷെ ഇപ്പൊ ഞാൻ പറയുന്നത്, എന്റെ സ്റ്റാൻഡ് ഞാൻ പറഞ്ഞതാണ്, ഇതെന്റെ വ്യക്തിപരമായ സ്റ്റാൻഡ് ഞാൻ പറയുന്നത്. ഞാൻ ജോലി ചെയ്യുന്ന സിനിമയിൽ അല്ലെങ്കിൽ ഞാൻ വർക്ക് ചെയ്യുന്ന സിനിമയിൽ അങ്ങനെ ഒരാളുണ്ടെങ്കിൽ അത് അയാൾ ആ സിനിമയിൽ അങ്ങനെ ഉപയോഗിക്കുന്നുണ്ടെന്ന് എനിക്ക് അറിയാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്റെ ഒപ്പം പ്രൊഡ്യൂസർ ഡയറക്ടറോ നിൽക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. ആ ടെക്നീഷ്യനോ അല്ലെങ്കിൽ ആ അഭിനേതാവോ പിന്നെ ആ സിനിമയിൽ കാണില്ല, അതെനിക്ക് ഉറപ്പാണ്. അഭിലാഷ് പറഞ്ഞ ഈ പുക പുറത്തു വരികയാണ്, ആ പുക. പക്ഷേ ഈ മലയാള സിനിമാ ലോകത്ത് ഇങ്ങനെ ഈ പുക നിറയ്ക്കുന്നത് ആരാണ് അഭിലാഷ്? ഈ ലഹരിയൊക്കെ ഇങ്ങനെ എത്തിച്ചു നൽകുന്നത് ആരാണെന്നുള്ളതാണ് ഇപ്പോൾ ചോദിക്കുന്ന ചോദ്യം. അതാണ് ഞാനും പറയുന്നത്. കാരണം ഇതിനൊക്കെ ഒരു സോഴ്സ് കാണുമല്ലോ, ആ സോഴ്സ് കണ്ടെത്തി അത് നശിപ്പിക്കാന്നാണ് ഇതിനൊരു വഴി. ഇപ്പൊ ഓക്കെ, ഇന്നിപ്പോ അറസ്റ്റ് ചെയ്യപ്പെട്ട 2 സഹപ്രവർത്തകരും, അവർ രണ്ടുപേരെയും വ്യക്തിപരമായി എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള 2 ടെക്നീഷ്യന്മാരാണ്. അവരുടെ സിനിമകൾ എനിക്ക് ഇഷ്ടമാണ്. അപ്പം അവർ ഇനി എത്രയോ സിനിമകൾ ചെയ്യേണ്ടതാണ്. അവിടെ കരിയർ തന്നെ ഒരു പീക്ക് മൊമെന്റിൽ നിൽക്കുന്ന ഒരു സമയത്താണ് ഇങ്ങനെ ഒരു വിഷയം വന്ന് ചാടിയിരിക്കുന്നത്. അപ്പം ഇത് ഇവർക്ക് എത്തിച്ചു കൊടുക്കുന്ന സോഴ്സ് കണ്ടെത്തി ഇല്ലാതാക്കിയാൽ, പിന്നെ ഇതിന്റെ അവൈലബിലിറ്റി ഇല്ലാതാക്കിയാൽ തന്നെ ഇതൊരു പരിധി വരെ നമുക്കിവിടെ കുറയ്ക്കാൻ പറ്റും. ഇത് പോലീസിന് എന്തായാലും രഹസ്യവിവരം കാണുമല്ലോ. ഇത്രയും രഹസ്യവിവരങ്ങൾ കിട്ടിയ പോലീസിന് ഇത് എവിടെ നിന്ന് വരുന്നു, ആരാണ് ഇത് സപ്ലൈ ചെയ്യുന്ന അറിയാനുള്ള വിവരവും അവരുടെ കാണും. അപ്പൊ അത് എത്രയും പെട്ടെന്ന് അവരെ കണ്ടെത്തുക, ഇതിനെ വേരോടുകൂടി ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു സൊല്യൂഷൻ. പിന്നെ ഞാൻ പറയുന്ന പോലെ തന്നെ ഇതിവിടെ ഇങ്ങനെയാണ്, ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. നമുക്കറിയാലോ, നമ്മൾ ഓരോ തവണയും ഈ കേസുകൾ വരും. ഒരു 10 ദിവസം കഴിയുമ്പോൾ മറ്റൊരു വാർത്ത വരുമ്പോൾ എല്ലാവരും അതിന്റെ പുറകെ പോകും, ഇതവിടെ നിൽക്കും. പിന്നീട് കുറച്ചു കഴിയുമ്പോൾ ഇത് വീണ്ടും മുങ്ങി വരും. കുറച്ച് മുന്നേ ഞാൻ ലൈവ് വരുന്നതിന് മുന്നേ നിങ്ങളുടെ ചാനലിൽ അതിന്റെ ഒരു ചരിത്രം പറയുന്നുണ്ടായിരുന്നു. 10 വർഷം 12 വർഷം മുന്നേ തൊട്ടുള്ളത്. അപ്പം അന്ന് മുതൽ ഇതിങ്ങനെ കിടക്കുകയാണ്. അതിനു മുന്നേ എടുത്തു നോക്കുകയാണെങ്കിൽ ചിലപ്പം നമ്മൾ പുറത്തു വരാത്ത എത്രയോ കേസുകൾ കാണും. അപ്പം ഇത് ഇവിടെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടുത്തെ സർക്കാരും ഇവിടുത്തെ പോലീസും എക്സൈസും ഒരു തീരുമാനം എടുത്തിട്ട് ഇതിന്റെ കോർ, ആ സോഴ്സ് ആരാന്ന് വെച്ചാൽ അത് കണ്ടെത്തി നശിപ്പിക്കുക എന്നുള്ളതായിരിക്കും ഇതിന് ഒരേ ഒരു വഴി. അല്ലെങ്കിൽ ഇതേപോലെ ഒരുപാട് ചെറുപ്പക്കാരും ഒരുപാട് ഇനിയും എന്താ പറയുക, മലയാള സിനിമയെ മറ്റൊരു ലെവലിലേക്ക് എത്തിക്കേണ്ട ഒരുപാട് പേർക്ക് ഈ പറയുന്ന പോലെ നാണം കെട്ട് തലതാഴ്ത്തി നിൽക്കേണ്ടി വരും. അതാണ് അഭിലാഷ്, ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കുന്നത്. അഭിലാഷ് പറഞ്ഞ മറ്റൊരു നിലപാട് ഞാൻ കണ്ടത്, ഇപ്പോൾ വിൻസി അലോഷ്യസ് എന്നുള്ള യുവനടി ഒരു വെളിപ്പെടുത്തൽ നടത്തുന്നു. അതിനെ സംബന്ധിച്ച അന്വേഷണങ്ങളും താരവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും ഒക്കെ നടക്കുന്നു. ആ ഘട്ടത്തിൽ നമുക്കറിയാം, വിൻസി ഇത്തരത്തിലുള്ള ഒരു വെളിപ്പെടുത്തൽ നടത്തുമ്പോൾ ഇങ്ങനെ വെളിപ്പെടുത്തൽ നടത്തിയിട്ടുള്ള സ്ത്രീകൾ എന്താണ് അനുഭവിച്ചിട്ടുള്ളത് എന്നുള്ളത് നമ്മുടെ മുന്നിലുണ്ട്. അവരൊക്കെ ഒരു സിനിമയിൽ പോലും റോള് കിട്ടാതെ ഇരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അഭിലാഷ് പറഞ്ഞൊരു കാര്യം, വിൻസിയെ മറ്റാരും സിനിമയിലേക്ക് വിളിച്ചില്ലെങ്കിലും ഞാൻ വിളിക്കും, ഞാനൊരു കഥാപാത്രം കൊടുക്കുമെന്നുള്ളതാണ്. അത് ഈ പ്രശ്നങ്ങളൊക്കെ അറിയുന്നത് കൊണ്ട് തന്നെയുള്ള ഒരു നിലപാടാണ്. വിൻസിയുടെ ഈ പ്രശ്നം ഉണ്ടായ സമയത്ത് വിൻസിയെ ഫോണിൽ സംസാരിച്ച ആളാണ് ഞാൻ. വിൻസി എന്റെ അടുത്ത് പറഞ്ഞു, ചേട്ടാ ഞാൻ സിനിമ ചെയ്തിട്ട് എത്രയെന്ന് ചേട്ടൻ അറിയില്ല, ഇത് അതിനകത്ത് പല റീസൺ ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനത്തെ ഒരു കാര്യം വിൻസി എന്ന് പറയുന്നത്. അന്ന് ഫോണിൽ കൂടെ തന്നെ വിൻസിയോട് പറഞ്ഞു, വിൻസി അങ്ങനെ ചിന്തിക്കണ്ട, എല്ലാവരും ഒരുപോലെയല്ല. ഇപ്പം വിൻസി പറയുന്ന കുറച്ചു പേര് ഒഴിച്ചാൽ മലയാള സിനിമയിൽ വിൻസി എന്ന ആർട്ടിസ്റ്റിനെ അല്ലെങ്കിൽ നിങ്ങളുടെ പെർഫോമൻസിനെ നമ്മൾ വാല്യൂ തരുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ അതിൽ ഇപ്പൊ നാളെ ആരില്ലെങ്കിലും, ഇപ്പൊ നാളെ ഞാൻ എഴുതുന്ന ഒരു സിനിമയിൽ വിൻസിക്ക് ഒരു കഥാപാത്രം വിൻസി ചെയ്ത് നന്നായിരിക്കും എനിക്ക് തോന്നിയാൽ ഞാൻ ആരെയും ഭയക്കാതെ വിൻസിയെ വിളിക്കുന്ന ഒരു ഉറപ്പ് ഞാൻ കൊടുത്തിരുന്നു. അത് തന്നെയാണ് പിന്നീട് ഞാൻ മാധ്യമങ്ങളിൽ പറഞ്ഞത്. കാരണം വിൻസിയെ ഇവിടെ ആരും മാറ്റിയെടുത്താൻ പറയില്ല, ഒരു സംഘടനയോ അല്ലെങ്കിൽ ഒരാളോ ഒന്നും പറയില്ല. ചിലപ്പം വ്യക്തിപരമായി ചിലപ്പോൾ വിൻസിയോട് അതച്ചുള്ളവർ ചിലപ്പോൾ വിൻസിയെ മാറ്റിയെടുത്തായിരിക്കും. എന്നെ സംബന്ധിച്ച് എന്റെ സിനിമ എഴുതുമ്പം എന്റെ ഒരു കഥാപാത്രം വിൻസി ചെയ്താൽ നന്നാവുമെന്ന് എനിക്ക് തോന്നുന്നു. അവർ നല്ലൊരു ആർട്ടിസ്റ്റാണ്, ഉറപ്പായിട്ടും ആ കഥാപാത്രം വിൻസിക്ക് കൊടുത്തിരിക്കും. അതിന് എനിക്ക് പെർമിഷൻ വേണ്ടത് എന്റെ നിർമ്മാതാവിന്റെ എന്റെ സംവിധായകനെയാണ്. ദൈവം അനുഗ്രഹിച്ച് ഒരു തിരക്കഥാകൃത്ത് ഈ കഥാപാത്രം ഇന്നാൾ ചെയ്താൽ നന്നാവുമെന്നൊരു സജഷൻ പറഞ്ഞാൽ അത് വാല്യൂ തരുന്ന ഡയറക്ടേഴ്സും പ്രൊഡ്യൂസേഴ്സും ഇതുവരെ എന്നോട് വർക്ക് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് ധൈര്യമായിട്ട് പറയാൻ പറ്റും എന്റെ സിനിമയിൽ വിൻസിനെ അഭിനയിപ്പിക്കാൻ പറ്റുമെന്ന്. എനിക്ക് തോന്നുന്നു എല്ലാവരും വിൻസിയെ സപ്പോർട്ട് ചെയ്യാൻ നിന്നിട്ടുള്ളൂ. ഇവിടുത്തെ എല്ലാ ഫെഫ്റ്റി ആണെങ്കിലും പ്രൊഡ്യൂസേഴ്സ് എല്ലാം വിൻസിയെ സപ്പോർട്ട് ചെയ്യാൻ നിന്നിട്ടുള്ളത്. കാരണം വിൻസി തുറന്നു പറഞ്ഞ ഒരു കാര്യത്തിൽ നിന്നാണ് ഈ പ്രശ്നങ്ങളൊക്കെ തുടങ്ങുന്നത്. ഇപ്പം പലതും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ ഒരു നിലപാട് വിൻസി സ്വീകരിച്ചപ്പോൾ അത് വിൻസിയുടെ ഒപ്പം നിൽക്കാനാണ്, വിൻസിയുടെ സഹപ്രവർത്തനം എന്ന രീതിയിൽ എന്റെ തീരുമാനം.
തീർച്ചയായും വിൻസിയെ കൂടി ഈ ഘട്ടത്തിൽ അഭിനന്ദിക്കേണ്ടിയിരിക്കുന്നു. എന്തൊക്കെ പറഞ്ഞാലും വർഷങ്ങൾക്ക് മുൻപുള്ള കേസുകൾ വരെ നമ്മുടെ മുന്നിലുണ്ട്. അന്വേഷണം ഈ തുടർച്ചയായി നടത്തുക എന്നുള്ളത് മാത്രമായിരിക്കും ഇതിനൊരു പോം വഴി എന്നുള്ളതാണ്. പുകമറ നീക്കി എല്ലാവരും പുറത്തു വരട്ടെ. അഭിലാഷിനെ പോലെ തന്നെ അഭിനന്ദിച്ചാൽ പോലും വിൻസി ഇപ്പൊ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു മാനസികാവസ്ഥ കാണും. കാരണം മീഡിയയിലുള്ള ന്യൂസുകളിൽ വരുന്നു. മാത്രമല്ല ഈ എന്തിനും 2 വശമുണ്ട്. ഓക്കെ, ഇപ്പൊ ഈ ഒരു സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ ഉദാഹരണമായി ഇപ്പൊ ഞാനിത് സംസാരിക്കുന്നു. ഇപ്പൊ ഈ വീഡിയോ നിങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന് താഴെ വന്ന് എന്നെ തെറി വിളിക്കുന്ന ഒരു വിഭാഗം ആളുകളാണ്. മുഖമില്ലാത്ത ഏതോ ഇരുട്ടുമുറിയിലിരിക്കുന്ന കുറെ തൊഴിലാളികൾ കാണും, കമന്റ് തൊഴിലാളികൾ, സോഷ്യൽ മീഡിയ തൊഴിലാളികൾ. ഇവരെന്താണ് കാര്യം എന്ന് പോലും അറിയാതായിരിക്കും ചിലപ്പോൾ സംസാരിക്കുന്നത്. ചിലപ്പോൾ നീ ആരാണ് ഇത് പറയാൻ. ഇന്ന് രാവിലെ പോലും ഞാൻ ഫേസ്ബുക്കിൽ ഇട്ടൊരു പോസ്റ്റ്, വളരെ ഇമോഷണലാണ് ഞാൻ ആ പോസ്റ്റ് ഇട്ടത്. കാരണം ഇന്ന് ഈ വാർത്ത അറിഞ്ഞപ്പം അതിന്റെ താഴെ വന്ന് വളരെ മോശമായി കമന്റ് ഇട്ട ആളെ എനിക്കറിയാം. അപ്പൊ എന്താ കാര്യം, ഇപ്പൊ വിൻസി ഇപ്പൊ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന മാനസികാവസ്ഥ പറഞ്ഞാൽ വിൻസിക്ക് ചിലപ്പോൾ ഒരു പക്ഷേ സോഷ്യൽ മീഡിയ എടുത്തു നോക്കിയാൽ കാണുന്നത് വളരെ മോശമായ കാര്യങ്ങളായിരിക്കും. അപ്പൊ ഇതൊക്കെ ഫേസ് ചെയ്യാൻ വയ്യാത്തോണ്ടായിരിക്കും പലരും തുറന്നു പറയാൻ മടിക്കുന്നത്. ഇന്നത്തെ കാലത്ത് സൈബർ ബുള്ളിങ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ബുള്ളിങ് സഹിക്കാൻ വയ്യാത്തതുകൊണ്ടാണ് പലരും തുറന്നു പറയാൻ പഠിക്കുന്നത്. പക്ഷെ ഇതൊക്കെ ഒരു തുടക്കമാവട്ടെ. ഇപ്പൊ വിൻസി പറഞ്ഞ പോലെ ഇതൊക്കെ ഒരു പേടിയും കൂടെയാണ്. ഇനിയും ഇപ്പൊ ഈ പറയുന്ന പോലെ ഇപ്പൊ ഇന്നത്തെ ഈ കേസ് അറസ്റ്റ് നടന്നപ്പോൾ ഒരുപക്ഷെ ഇത് ഉപയോഗിക്കുന്ന പലർക്കും ഒരു പേടി വന്നിട്ടുണ്ടാവും. ദൈവമേ, നാളെ നമ്മളും പോലീസിന് പിടിയിലാവുമോ, അല്ലെങ്കിൽ നമ്മുടെയും ഇതേപോലെ പുറത്ത് വാർത്ത വരും എന്ന് പേടിച്ച് ഒരുപക്ഷെ ചിലപ്പോൾ ഇവരൊന്നും ഒതുങ്ങാം. അതങ്ങനെ ആവട്ടെ, അങ്ങനെ ആവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. തീർച്ചയായും നമുക്കത് ഒരുമിച്ച് തന്നെ അത്തരത്തിൽ ആഗ്രഹിക്കാം. എന്തായാലും അഭിലാഷ് ഈ ഒരു ഘട്ടത്തിൽ പ്രതികരിച്ചതിന് നന്ദി. അഭിലാഷ് പറഞ്ഞതുപോലെ തന്നെയാണ് ഈ പരാതി പറയാനും പേടിക്കേണ്ട ഒരു സമയം, ഒരു കാലം അങ്ങനെയാണ്. അപ്പോൾ വിൻസിക്ക് അടക്കം ഉള്ള സംഭവിക്കുന്ന അല്ലെങ്കിൽ കാര്യങ്ങളെക്കുറിച്ചാണ് അഭിലാഷ് വിശദീകരിച്ചത്. എന്തായാലും തുറന്നു പറച്ചിലുകൾ ഉണ്ടാവട്ടെ, വെളിപ്പെടുത്തലുകൾ ഉണ്ടാവട്ടെ, അന്വേഷണങ്ങൾ കൂടുതലായി ഉണ്ടാവട്ടെ എന്നുള്ളതാണ് നമുക്കും ആഗ്രഹിക്കാനുള്ളത്.